പനീർ ബട്ടർ മസാലയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഒരു പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിലേക്ക് ഒരു 1.5 മീഡിയം സൈസ് സവാളയാണ്. അത് ഈ രീതിയിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. ഇതെല്ലാം അരയ്ക്കാനുള്ളതാണ്. ഇനി ഇത് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് ചെറുതായി ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് 4 അല്ലി വെളുത്തുള്ളിയാണ്, അതുകൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതൊരു 6 കാശ്മീരി ചില്ലിയും ഒരു 3 എരിവുള്ള മുളകുമാണ്, അതുകൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതൊരു 1/4 കപ്പ് കാഷ്നട്ടാണ്, അതുകൂടി ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. മുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. കാശ്മീരി ചില്ലി ഇട്ടിരിക്കുന്നത് നല്ലൊരു കളർ കൂടി കിട്ടുന്നതിനാണ്. ഇത് ഒരു 3 മീഡിയം സൈസ് തക്കാളിയാണ്, അതും ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇത് എല്ലാം നന്നായി പെട്ടെന്ന് നന്നായി വഴന്ന് കിട്ടുന്നതിനായിട്ട് നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി മിക്സ് ചെയ്തതിന് ശേഷം അതൊന്ന് അടച്ചു വെച്ച് തക്കാളിയെല്ലാം നന്നായി വെന്തുടഞ്ഞ് വരുന്നത് വരെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കൊന്നെടുത്ത് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം. അടിയിൽ പിടിക്കാതിരിക്കുന്നതിനാണ് നമ്മൾ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്നത്. ഇപ്പോൾ തക്കാളിയെല്ലാം നന്നായി വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം ഞാൻ മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി നല്ല പേസ്റ്റായിട്ട് നമുക്ക് അരച്ചു കൊണ്ടുവരാം. ഈ രീതിയിൽ നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് വേണം നമ്മൾ അരച്ചെടുക്കാൻ. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഒന്ന് കരിഞ്ഞു പിടിക്കാതിരിക്കാനായിട്ട് ഒരു ടീസ്പൂൺ എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ബട്ടർ മെൽറ്റായി വന്നു കഴിയുമ്പോൾ അതിലേക്ക് അല്പം മല്ലിയിലയാണ്, അതുകൂടി ഇട്ട് കൊടുത്തൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കസൂരി മേത്തിയാണ്, അതൊന്ന് കയ്യിലിട്ട് ഒന്ന് ചെറുതായൊന്ന് ഞെരടിയതിന് ശേഷം അതുകൂടി ഇട്ട് കൊടുക്കാം. ഇത് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടെ കൂട്ടി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഫ്ലെയിം ലോ ടു മീഡിയത്തിൽ വെക്കണം, ഇല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം അരച്ചു വെച്ചിരുന്ന ആ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. പേസ്റ്റ് ഇട്ടതിന് ശേഷം നമുക്കൊന്ന് നന്നായി വഴറ്റിയെടുക്കണം. മിക്സിയുടെ ജാറിലുണ്ടായിരുന്ന ആ പേസ്റ്റ് കൂടി ഞാനൊന്ന് അല്പം വെള്ളം ഒഴിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരു 5-10 മിനിറ്റോളം നമ്മളൊന്ന് ചെറിയ തീയിലിട്ട് വഴറ്റിയെടുക്കണം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കണ്ട, ഇല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കും. മസാലയ്ക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ മസാലയെല്ലാം നന്നായി വഴന്നു വന്നു തുടങ്ങി. ഇപ്പോൾ മസാല നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇപ്പോൾ ഗ്രേവി നല്ല തിക്കാണ്. ഇതൊന്ന് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഗ്രേവി ഒന്ന് ലൂസാക്കി എടുക്കുന്നതിന് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഗ്രേവി എത്രത്തോളം ഏത് രീതിയിലാണോ വേണ്ടത് അതനുസരിച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ക്രീമാണ്, അതുകൂടി ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫ്രഷ് ക്രീമാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഉപ്പും പുളിയും എല്ലാം ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനായിട്ട് ഞാനിവിടെ കണ്ടൻസ്ഡ് മിൽക്കാണ് എടുത്തിരിക്കുന്നത്. ഒരു 1.5 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങളതിൻ്റെ ഉപ്പും പുളിയും എല്ലാം നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. അത്രയും വേണ്ട എന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ഇതിന് പകരമായിട്ട് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. ഇതൊരു 200 ഗ്രാം പനീറുണ്ട്, അതിട്ട് കൊടുക്കാം.
പനീർ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കാം. പനീർ ഇട്ടതിന് ശേഷം നമ്മൾ ഒരു 5 മിനിറ്റ് വേവിച്ചാൽ മതി. പനീർ വേഗം തന്നെ വെന്ത് കിട്ടും. ഇപ്പം നമ്മുടെ പനീർ ബട്ടർ മസാല റെഡി ആയിട്ടുണ്ട്. അവസാനമായിട്ട് നമുക്കൊരല്പം ക്രീമും ഒരു നുള്ള് കസൂരി മേത്തിയും അല്പം മല്ലിയിലയും എല്ലാം ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക. ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്കിത് ഒരു സെർവിങ് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് മുകളിൽ അല്പം ക്രീമും കുറച്ച് കസൂരി മേത്തിയും ഒരു മല്ലിയിലയും വെച്ച് കൊടുത്ത് നമുക്കിത് അലങ്കരിച്ചെടുക്കാം. താങ്ക് യു. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.